ഗുഡ് മോർണിംഗ്. ആ അത് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ പറഞ്ഞുതരാം. അമ്മ ഞെട്ടി. അമ്മുക്കുട്ടി, ഞാനൊരു കാര്യം പറയട്ടെ. ഇതുപോലെ ഞാനും പണ്ട് ഞെട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ കർണാടകയിലുള്ള സമയത്തെ ഈ അമ്മമാരെ അമ്മ ബാരയില്ലി എന്ന് വിളിക്കും. ബാരയില്ലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളത്തിലർത്ഥം വാടി അമ്മയെന്നാണ് വിളിക്കുക. അപ്പം ഞാൻ അമ്മ ഞെട്ടിയ പോലെ തന്നെ ഞെട്ടിയത്. എന്താ അമ്മേനൊക്കെ ഇങ്ങനെ ഏകവചനത്തിൽ വിളിക്കുന്നത് പോലെ ഞാൻ അവരോട് ചോദിച്ചു, എന്താ നിങ്ങളിങ്ങനെ വിളിക്കുന്നത് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്തറിയോ, ദൈവങ്ങളെ നിങ്ങളെങ്ങനെ വിളിക്കുക? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈശ്വരൻ അച്ഛാന്ന് വിളിക്കുകയോ, ഈശ്വര ദൈവമെന്ന് വിളിക്കുകയോ? ഈശ്വരൻ, അയ്യപ്പൻ, കൃഷ്ണൻ ഇങ്ങനെയല്ലേ വിളിക്കുക? കൃഷ്ണ അപ്പൂപ്പാന്ന് വിളിക്കുകയോ? യേശു മുത്തപ്പാന്ന് വിളിക്കുകയോ? ഇല്ലല്ലോ. അപ്പോൾ അവരൊക്കെ നമ്മളെക്കാളും ഒരുപാട് മുമ്പ് ജനിച്ചതല്ലേ. അപ്പോൾ ദൈവതുല്യമുള്ളവരെ നമ്മളിങ്ങനെ പേര് വിളിച്ച് സ്നേഹത്തോടെ വിളിക്കാം. ദേശത്തിൽ വിളിക്കാൻ പാടില്ല, കേക്ക്. ദേശത്തിൽ വിളിക്കാൻ പാടില്ല. സ്നേഹം കൊണ്ട് ഇപ്പോൾ അമ്മയുടെ പേര് അംബുജ കുട്ടിയെ എന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് വിളിക്കാം. മനസ്സിലായില്ലേ? അങ്ങനെ വിളിക്കാത്രേ. എന്നാ പിന്നെ അയ്യപ്പ സ്വാമിനെ നമ്മൾ എന്താ വിളിക്കണ്ട? അയ്യപ്പന്നോ അല്ലെങ്കിൽ അയ്യപ്പ അപ്പൂപ്പന്നോ? അംബുജ കുട്ടിയെന്ന് വിളിക്കാൻ മുമ്പിലേക്ക് അമ്മ ചാടി കളിച്ചു, അല്ലെങ്കിൽ ഞാൻ അതും കൂടി ചേർത്ത് വിളിച്ചേനെ. മനസ്സിലായില്ലേ? പോട്ടെ, എന്തൊക്കെയാ വിളിക്കുക. ആഗ്രഹങ്ങൾ ഒന്നൊന്നും അല്ലടാ നിന്റെ ഞാൻ ശരിയാക്കി തരണ്ട്. ഈ വീഡിയോ ഒന്ന് കഴിയട്ടെ. ഇപ്പൊ നീ എന്താ വിളിച്ച്? അംബുജം ഗുഡ് മോർണിംഗ്. ഇന്ന് എനിക്കുള്ളത് ഉണ്ടടാ മകനെ. ഇത് കഴിഞ്ഞിട്ട് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചാൽ നമ്മ മറുപടി പറഞ്ഞില്ല. ഇപ്പൊ ദൈവങ്ങളൊക്കെ എത്രയോ നൂറ്റാണ്ട് അല്ലമ്മ, ഏതെങ്കിലും ദൈവത്തിനെ അല്ലല്ല, ഇത് എൻ്റെ ബുദ്ധിയിൽ വന്ന ചെറിയൊരു കാര്യമാണ്. നമ്മൾ ആലോചിച്ച് നോക്ക്. ഏതെങ്കിലും ഒരു ദൈവമൊക്കെ എത്ര 1000 വർഷങ്ങൾ, 10,000 വർഷങ്ങൾ, 2000 വർഷങ്ങൾ, അങ്ങനെ ഓരോന്നിനും ഓരോ വർഷങ്ങളാണ് എഴുതിയെടുക്കണത്. അപ്പോൾ അത്രയും വർഷങ്ങൾ ജനിച്ച ദൈവത്തിനൊക്കെ ആരെങ്കിലും ഏട്ടാന്നെങ്കിലും കൂട്ടി പിടിക്കുന്നുണ്ടോ? ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കൂ. എല്ലാവരും ദൈവഭക്തന്മാരാണല്ലോ. ഇപ്പോൾ എവിടേക്കാമ്മ പോണെന്ന് പറഞ്ഞാൽ അമ്മ ഒരു അയ്യപ്പൻ്റെ അമ്പലത്തേക്ക്. എവിടേക്കാമ്മ പോണ്? ശിവൻ്റെ അമ്പലത്തേക്ക്. ശിവൻ ഏകവചനം. എവിടേക്കാമ്മ പോണ്? കൃഷ്ണൻ്റെ അമ്പലത്തേക്ക്. അല്ലെങ്കിൽ കൃഷ്ണ ഭഗവാന്റെ അമ്പലത്തേക്ക് എന്നൊന്നും പറയണതൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഈ ദൈവങ്ങളിലേക്ക് എന്തിനാണ് നിങ്ങളിങ്ങനെ പേര് വിളിക്കുന്നത്? തെറ്റല്ലേ? ദൈവങ്ങളോട് നിങ്ങൾ ചെയ്യണതാണോ തെറ്റ്? അത് നമ്മൾ കണ്ട ഈ ചെറു ദൈവങ്ങളായ ഇപ്പം അമ്മയോട് ഞാൻ ചെയ്തതാണ് ഏറ്റവും വലിയ തെറ്റ്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ മനുഷ്യൻ വരുത്തി. 10,000 വർഷം മുമ്പ് ജനിച്ച ഒരു ദൈവത്തിനടക്കം കൃഷ്ണൻ, അയ്യപ്പൻ, ഹനുമാൻ ഇങ്ങനെയൊക്കെ വിളിക്കാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മതി എന്തുകൊണ്ട് അമ്മേനെ ഒരു വട്ടെങ്കിലും അംബുജ എന്നൊന്ന് വിളിച്ചുകൂടാ? എന്നാലും ശപിക്കോ നീ വിളിച്ചതിന്? സോറി ഇനി വിളിക്കില്ല. ഇന്ന് ഉണ്ടാക്കാൻ പോണത് ബിരിയാണിയൊന്നുമല്ല, മീനുമല്ല, മുട്ടയല്ല. അല്ല, ഞാനത് ആദ്യം പറഞ്ഞു കൊടുക്കണ്ടേ? വൻപയർ അത് എരിശേരിക്കാണ്. മത്തങ്ങയും പയറും നീ കഴിക്കണ്ട, ഞാൻ കഴിച്ചോളാം. എനിക്ക് എന്തെങ്കിലുമൊക്കെ പച്ചക്കറി അമ്മയ്ക്കുള്ള തന്നെ ഉണ്ടാക്കിയിട്ട് ഒരുപാട് നേരം പിടിക്കില്ലേ. അപ്പൊ ഞാനത് ആദ്യം ഒന്ന് വേവിച്ചു വെച്ചു. അതൊക്കെ നമ്മളോട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. മത്തങ്ങ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട മഞ്ഞപ്പൊടി, മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കടുക്, കറിവേപ്പില, നാളികേരം, പിന്നെ ജീരകം, നാളികേരം കൂടി ഒന്ന് ചതച്ചു. ഇവിടെ കണ്ടില്ല. ജീരകം നാളികേരം കൂടി ഒന്ന് ചതച്ചു ഒതുക്കിയത്. അത് ഒതുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവിടെ ഇരുന്നോളില്ലേ. അത് കൈയും കാലൊന്നും ഇല്ലല്ലോ നടന്നു പോകാൻ. അമ്മ ഇത്രയും വലിയ മത്തങ്ങ എന്തിനാ? പശുവിന് തിന്നാൻ കൊടുക്കാനാ? അല്ല, ഒന്നും കൂടി ചെറുതാക്കിയിട്ട് ഇട്ടുകൂടായിരുന്നില്ലേ അമ്മ? അത് അങ്ങനെ പറയും. അതെ, ഈ പശുവിന് ഞാനിപ്പോ കാണുമ്പോ എങ്ങനെ അറിയോ, പണ്ട് അച്ഛമ്മയുള്ള കാലത്ത് തണ്ണിമൂത്തം കൊണ്ടുവന്ന് അതിന്റെ തൊലിയൊക്കെ മുറിച്ചിട്ട് പശുവിന് തിന്നാൻ കൊടുക്കില്ലേ? അത്ര വലിയ കഷ്ണം. എന്താ ഇങ്ങനെ? എന്റെ കുറ്റമല്ല, അമ്മ എന്തോ ചെറുപ്പത്തിൽ പഠിപ്പിച്ചു തന്നേരം എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോ മഞ്ഞപ്പൊടി, മുളക് പൊടി ഇതിനാവശ്യമുള്ളത് ഞാനൊരു എരിവിനനുസരിച്ച്, അത് എരിവൊന്നും കൂടുതൽ എരിശേരിക്ക് വേണ്ട. അപ്പൊ അതിനനുസരിച്ചുള്ള മുളകും മഞ്ഞപ്പൊടി മാത്രം. അല്ല, ഇപ്പൊ എന്റെ അമ്മ അങ്ങനെ വെക്കുക. എനിക്ക് ഒരുപാട് എരിശേരി വെക്കാനൊന്നും അറിയില്ല. അമ്മ വെക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, കൂട്ടിയിട്ടുണ്ടല്ല. അപ്പൊ ഞാൻ ഇടയ്ക്ക് വെക്കണം തോന്നുമ്പോ അങ്ങനെ വെക്കാം. പിന്നെ എന്താറിയോ, ഞങ്ങളുടെ വീട്ടില് എരിശേരി, അവിയല്, കൂട്ടുകറി ഇതൊക്കെ വെച്ചാ ഞാൻ മാത്രം കഴിക്കണം. 2-3 ദിവസം അച്ഛൻ കഴിക്കും. അച്ഛൻ കഴിക്കില്ല. അച്ഛൻ
എരിശ്ശേരി കഴിക്കില്ല, കൂട്ടുകറി കുറച്ച് കഴിക്കും, അവിയൽ കഴിക്കും. പക്ഷെ എരിശ്ശേരി അപ്പൊ എന്താ പറയുക, ഇങ്ങനത്തെ സാധനം കഴിക്കണം എന്ന് തോന്നിയാൽ ഞാൻ ഉണ്ടാക്കണം. അപ്പൊ മത്തങ്ങ ഞാൻ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട്, മത്തങ്ങ കിട്ടിയ അത്ര എരിശ്ശേരി കഴിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് വന്നപ്പോ എനിക്ക് വെക്കാമെന്ന് വിചാരിച്ചു വെക്കും. ഇന്നലെ വെക്കേണ്ടതാണ്, ഇന്നലെ അവിടെ പോയത് കാരണം അത് ഇന്നൊക്കെ. അമ്മയ്ക്ക് ഈ പച്ചക്കറി കുറച്ച് കൂടുതൽ കണ്ട വളരെ സന്തോഷമാണല്ലേ. എനിക്ക് ഈ ഇടയ്ക്കായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഉപ്പ് അതിന് ആവശ്യമുണ്ടെങ്കിൽ അപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കൂടെ ഉണ്ടാകും, അത് വേണം. ആദ്യം പയർ ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞാൽ അത് വേഗത്തിൽ സമയം പിടിക്കും, അപ്പോൾ വലിയ വിരിയാവും. അപ്പം അത് വേണ്ട പറഞ്ഞിട്ട് മത്തങ്ങയാണെങ്കിൽ പിന്നെ അത് വേഗം വെന്തോട് വരും. അപ്പം അങ്ങനെയാണ്. അപ്പം ഇത് എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ഇവർക്ക് അവിടെ എന്തോ ഉണ്ട്, അതൊന്ന് ചൂടാക്കി കൊടുക്കണുള്ളൂ. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കണം. ഇനി ഞാൻ 2-3 ദിവസമൊക്കെ എടുത്ത് വെച്ചത് കഴിക്കണം. ഞാൻ പിന്നെ ദോശയുടെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും ഒക്കെ കഴിക്കുന്നു. എല്ലാം കഴിക്കും. നമുക്ക് ഇങ്ങനെ പച്ചക്കറികൾ പല വെറൈറ്റി ആയിട്ട് പലതിൻ്റെ ഒപ്പം കഴിച്ചിട്ട് പുതിയ സദ്യക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് അവിയൽ, സദ്യയിൽ ഉണ്ടാവണ അവിയലില്ലേ, അതിനോട് ഭയങ്കര താല്പര്യമാണ്. അല്ല, ഈ സദ്യയിലെ കൂട്ടുകറി അവിയൽ നമ്മൾ എങ്ങനെ വെച്ചാലും അതുപോലെ ഉണ്ടാവില്ല. അതെന്തിനാന്നറിയില്ല നമുക്ക്. സാമ്പാറും അതെന്തിനാന്നറിയോ, ഒരുപാട് പച്ചക്കറികൾ ഒരുമിച്ചിട്ടിട്ട് ഒരുപാട് പേരൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമായതുകൊണ്ട്. അത് സാമ്പാറിനല്ലേ അവിയലിലും അല്ല എല്ലാം കൂട്ടുകറിയിലൊന്നും അങ്ങനെ ഇടില്ല. പക്ഷെ അവര് വെക്കുന്ന ആ കൂട്ടുകറി അവിയലിന്റെ ഒരു പ്രത്യേക സ്വാദാണ്. അതിന് നമ്മൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും ആ സദ്യ കല്യാണ വീടുകളിൽ പോയിട്ട് കിട്ടുന്നത് നമുക്ക് കിട്ടില്ല. എല്ലായിടത്തൊന്നും നന്നായി ഉണ്ടാവില്ല, പക്ഷെ ചില സ്ഥലങ്ങളിൽ എന്താ ടേസ്റ്റ്. ഞാൻ അവിയൽ 2-3 പ്രാവശ്യമൊക്കെ നീ വന്നാൽ പിന്നെ നിന്റെ ഇലയിലൊക്കെ ഞാനായിരിക്കും. എൻ്റെ ഇലയിൽ അത് മാത്രമല്ല, പായസം എടുത്ത് കുടിക്കും അമ്മ. അപ്പം അമ്മയ്ക്ക് ഷുഗർ ഉണ്ടെന്ന് ഒരു ചിന്തയുണ്ടാവില്ല. നന്നായിട്ട് പായസം അമ്മ മേടിച്ചും കഴിക്കും. എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഇനി എങ്ങനെ ചോദിക്കാന്ന് പറഞ്ഞാൽ അതും എടുത്ത് കഴിക്കുമല്ലോ അമ്മ. അതൊന്നിപ്പോൾ എത്ര വേനൽക്കാലാണ് വേർത്ത് കുടിക്കണമെങ്കിലും സദ്യ ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും. അതിൻ്റെ ഒപ്പം പായസം 2 ഗ്ലാസ് അതിനും കുടിക്കുകയും ചെയ്യും. ചിലപ്പോൾ 3 ഗ്ലാസ് കുടിച്ചാലും കുടിക്കും. പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാൻ വന്ന് വീട്ടിൽ വന്നിട്ട് കുടിക്കുകയും കഴിക്കും. 2 തരം, ചില സ്ഥലത്ത് 3 തരം പായസമൊക്കെ ഉണ്ടാവും. അങ്ങനെ കുടിക്കുന്നുണ്ട്. ഒരേ പായസം ഞാൻ 2 പ്രാവശ്യം ഒന്നും കുടിക്കില്ല. വേണ്ടാന്ന് പറയരുത്. അല്ല, കുടിച്ചിട്ടുണ്ട്. ഏതോ ഒരു കല്യാണത്തിന് പോയിട്ട് ഒരു പായസം 2 പ്രാവശ്യം മേടിച്ച് കുടിച്ചിട്ടുണ്ട്. അത് 2 തരം പായസം നിൽക്ക്. പഴപ്രഥമനും പാലടയായിരുന്നു. അതാണ് ഞാൻ 2 ഗ്ലാസ് കുടിച്ചത്. 2 ഗ്ലാസ് പറഞ്ഞാൽ ഓരോരോ ഗ്ലാസ്. പിന്നെ എത്ര തിരക്കുണ്ടെങ്കിലും അമ്മ കല്യാണ വീട്ടുകളിൽ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് പറയൂ. പച്ചക്കറി ഇതൊക്കെ എനിക്ക് കഴിക്കാനോ. അത് ഞാൻ തൊടാത്ത കൊണ്ട് അമ്മ അതൊക്കെ എടുത്ത് ആസ്വദിച്ച് കഴിക്കും. അപ്പുറത്തിരിക്കുന്നവർ ചോദിക്കേണ്ട ആവശ്യമൊന്നും, എന്താ പാവം ചേച്ചി ഒരു ഭാഷ എടുത്തുള്ളൂ പറയൂ. എൻ്റെ ഇലയിലുള്ളത് മുഴുവൻ അമ്മ എടുത്താന്ന് അവർക്ക് അറിയില്ലല്ലോ. അപ്പൊ എൻ്റെ ഇല നോക്കുന്ന ആൾക്കാർ വന്നിട്ട് നോക്കാം, ഈ ഇതെന്ത് ചെക്കനത് വിളമ്പി കൊടുക്കുമ്പോഴേക്കും കഴിച്ചു വന്നു, ഇതെന്ത് തീറ്റാണ് അവൻ്റെ ഇലയിൽ വിളമ്പി പോയിട്ടാണല്ലോ അപ്പോഴേക്കും കഴിച്ചു വന്നു. അത് നീ എന്തായാലും കഴിക്കില്ല. അപ്പൊ അത് അങ്ങനെ ഉണ്ടാവില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. എന്തായാലും നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു കേട്ടോ. മഴ പെയ്യട്ടെ പറഞ്ഞിട്ട് 2 കിലോമീറ്റർ അപ്പുറത്തെ അടക്കം പെയ്തു. ഇവിടെ പെയ്തു, കുറച്ചപ്പുറത്ത് പെയ്തു, അവിടെയൊക്കെ മഴ പെയ്തു. ഇതാ ഇവിടെ നോക്ക്, നമ്മുടെ ഭയങ്കരമായ പ്രാർത്ഥനകാരൻ ഒറ്റ മഴയും പെയ്തില്ല. ഒരു ചാറിൽ വന്നിട്ട് ഒരൊറ്റ പോക്കാണ്. പിന്നെ എന്തിന് ഇത്ര ആക്രാന്തം പാടില്ലമ്മ. ഇപ്പൊ പച്ചക്കറി കാണുന്ന അതേ ആക്രാന്താണ് ആകാശത്ത് നോക്കിയിട്ട് മഴ പെയ്യൂ വന്നിട്ട് മഴ പെയ്തു. നമുക്കല്ല, അപ്പുറത്താണെന്ന് മാത്രം. തൊട്ടടുത്ത പഞ്ചായത്തിൽ പെയ്തു. വെറുതെ ആ ഏരിയയിൽ പോയിട്ട് പറയേണ്ടി വരും, അമ്മ പറഞ്ഞിട്ടാണ് അവിടെ മഴ പെയ്തത്. ഇനിയിപ്പോ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു തരട്ടെ അമ്മ. വൈരാഗ്യമല്ല, ഞാൻ വേറൊരു കാര്യം പറഞ്ഞു തരട്ടെ. ഈ അമ്മ അച്ഛൻ ഇതെങ്ങനെ അറിയോ? വേനൽക്കാലത്ത് ഇല കൊഴിയാത്ത ഏത് മരമുള്ളത് പറയും? ബുദ്ധി ഉണ്ടോ നോക്കാനാ? കുറച്ച് മരങ്ങളുണ്ട്, ഏതെങ്കിലും ഒന്ന് പറയും നോക്കട്ടെ. ഇല കൊഴിയാത്തതല്ല എന്ന് വെച്ചാൽ മുട്ടയാവില്ല, അത് അങ്ങനെ തന്നെ നിന്നുണ്ടാവും. എല്ലാ കാലത്തും ഇല കൊഴിയാത്ത ചില മരങ്ങളില്ലേ? ആര് മാത്രമേ കണ്ടിട്ടുള്ളൂ? ഫുള്ള് ഒരു ഇലയും എന്ന് വെച്ചാൽ ഫുള്ള് മുട്ടയാവാണ്ട് ഇങ്ങനെ അത്യാവശ്യം. മാവ് എങ്ങനെയാണ്? മാവ് ഇല ഉണ്ടാവോ? പ്ലാവിലോ ഉണ്ടാവോ? ഇതൊക്കെ പല വൃക്ഷങ്ങളല്ലേ, അതിൽ ഇല ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ അതിൽ പല ഉണ്ടാവും, അല്ലെങ്കിൽ ഇല ഉണ്ടാവും. എത്ര നന്മയാണ് ഈ ഭൂമിയിലേക്ക് അത് ചെയ്യണത് അല്ലേ? അപ്പം അതിൻ്റെ ഉദ്ദേശം തന്നെയാണ്. ഇപ്പോൾ നിങ്ങളെ ഞങ്ങൾ നോക്കിയില്ലെങ്കിലും കുറ്റം പറഞ്ഞാലും കുറ്റം പറയാണ്ടിരുന്നാലും നല്ലത് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും നിങ്ങളൊക്കെ ആ വൃക്ഷം പോലെയാണ്. അതിൻ്റെ ചുവട്ടിലൊരു തണൽ നമുക്ക് എന്നും ഉണ്ടാവും. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. പണ്ടൊരു കാലത്ത് ഒരു വ്യക്തി
ഒരുപാട് സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു അത്ര. അപ്പോൾ ഒരു ഋഷികാലത്തെ കഥയാണ്, മഹർഷിയുടെ ഒക്കെ കാലത്തെ ഒരു കഥയാണ്. അതിപ്പോൾ കോമണായി പോയി, എല്ലാത്തിനും വായിച്ചും കണ്ടൊക്കെ കോമണായി പോയി. എന്നാലും അതിനൊരു നല്ലൊരു അർത്ഥമുണ്ട്, അതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി വളരെ സങ്കടം കൊണ്ട് ഒരു മഹർഷി തപസ്സെടുക്കുമ്പോൾ ആളുടെ അടുത്ത് വന്നിട്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് സങ്കടത്തിലാണ് പറഞ്ഞിട്ട്, എന്താണ് മോൻ്റെ സങ്കടം എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞത്, എൻ്റെ അടുത്ത് ഒരുപാട് സമ്പത്ത് കുനിഞ്ഞു കിടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് ഒരുപാട് ബന്ധുക്കൾ, ഒരുപാട് ആൾക്കാർ എൻ്റെ ചുറ്റുണ്ടായിരുന്നു. ഇന്ന് ഞാൻ എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലെത്തിയപ്പോൾ എൻ്റെ കയ്യിൽ, എൻ്റെ അടുത്ത് ആരുമില്ല, എൻ്റെ കയ്യിൽ കൊടുക്കാനോ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റപ്പെട്ടു പോയി. അന്ന് എന്നെ സ്നേഹിച്ചവരൊക്കെ എവിടെ പോയി? എന്തുകൊണ്ടാണ് ഈ ലോകം അങ്ങനെ മാറിയത്? അപ്പോൾ അന്ന് എന്നെ സ്നേഹിച്ചവർക്ക് ഇന്ന് ഒട്ടും എന്നോട് സ്നേഹം ഇല്ലാണ്ടായോ എന്ന് ചോദിച്ചു. അപ്പോൾ മഹർഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മനുഷ്യനെക്കാളും മുമ്പാണ് പ്രകൃതിയെ ഉണ്ടാക്കിയത്. പ്രകൃതിയിൽ നിന്നാണ് മനുഷ്യനെ പഠിക്കാനുള്ളത്. മനുഷ്യനിൽ നിന്ന് പ്രകൃതിക്ക് ഒന്നും പഠിക്കാനില്ല. മനുഷ്യൻ എന്നും സ്വാർത്ഥിയാണ്, പ്രകൃതി നിസ്വാർത്ഥിയാണ്. അപ്പോൾ പണ്ടൊരു കാടിൻ്റെ ഇടയിൽ കൂടെയാണല്ലോ അന്നൊക്കെ വഴി ഉണ്ടാവുക. ഇന്ന് പോലെ മെയിൻ റോഡോ ഹൈവേ ഒന്നും ഇല്ലല്ലോ. ആ കാലത്ത് കാട്ടിൽക്കൂടെ വേണമല്ലോ ഒരു നാട്ടിലേക്ക് കടന്നു പോകാൻ. അങ്ങനെ കാട്ടിലൂടെ കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാട്ടിൻ്റെ നടുക്കിലൊരു മരം. ആ മരത്തിൽ നിറയെ പൂവും അതുപോലെ നല്ല തണലും, വലിയൊരു മരമാണ്, ആൽമരം പോലത്തെ ഒരു മരം. അപ്പോൾ ഏത് ആൾക്കാരെ പോലെ കാട്ടിൻ്റെ നടുക്കിലുള്ള ആ മരം ഒരുപാട് വട്ടങ്ങനെ നിറഞ്ഞേക്കുന്ന ഒരു മരമല്ലേ. അപ്പോൾ അതിൻ്റെ ചോട്ട് പോയിട്ട് എല്ലാവരും കുറച്ച് നേരം വിശ്രമിക്കും, ഭക്ഷണം കഴിക്കും. എന്നിട്ട് ആ മരത്തിനെ പുകഴ്ത്തി പറയും, എന്ത് നല്ല മരമാണ് ഈ മരം ഇവിടെ ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ. വേറെ മരങ്ങളുണ്ട്, പക്ഷേ ഈ മരത്തിൻ്റെ തണൽ പോലെ ഇല്ല. പിന്നെ അതിൻ്റെ മുകളിൽ സുന്ദരമായ പൂക്കളെയൊക്കെ നോക്കി ഒരുപാട് വർണ്ണനകളൊക്കെ മനുഷ്യന്മാർ പറഞ്ഞു. എന്ത് ഭംഗിയാണ് അതിൻ്റെ മുകളിൽ കാണാൻ, അതിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങാൻ. ഉറങ്ങിയിട്ട് കണ്ണു തുറന്ന് നോക്കി അതിൻ്റെ മുകളിൽ പൂക്കൾ കാണും. മരം ഇങ്ങനെ നിറഞ്ഞു നിന്ന് നല്ല തണൽ നൽകുന്ന മരം. ഇതെല്ലാം കണ്ട് മനുഷ്യൻ ആസ്വദിച്ച് ആ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് എന്നും പോയിക്കൊണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വഴി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടുണ്ടാകുമ്പോൾ ആ വഴി ഒരുപാട് ആൾക്കാർ നടക്കുന്ന ഒരു വഴിയായി മാറി. ഒരു കാലത്ത് മഴയൊന്നും പെയ്യാതെ ആ മരം ഉണങ്ങിപ്പോയി. ഒറ്റ ഇലയില്ല, പൂവില്ല, ഒന്നുമില്ല. അങ്ങനെ വാടിക്കൊഴിഞ്ഞ് ഒന്നുമില്ലാണ്ട് വെറൂര് മരച്ചില്ല മാത്രമായി മാറി. ഇതായോ? അപ്പോൾ വെറൂര് മരച്ചില്ല മാത്രമായിട്ട് മാറി. അങ്ങനെ ആവുമ്പോൾ ആ മരത്തിൻ്റെ ചുവട്ടിൽ കൂടെ എന്നും പോണ്ട യാത്രക്കാരില്ലേ, അവർ ഈ മരത്തിനെ നോക്കിയിട്ട്, ഈ മരം ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു, ഇപ്പം അതുകൊണ്ടൊരു ഗുണമില്ല എന്ന് പറഞ്ഞിട്ട് ആ മരത്തിൻ്റെ അടുത്തും കൂടി പോകാണ്ടായി. അങ്ങനെ കുറച്ച് കാലം കഴിയുമ്പോൾ, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കഴിയുമ്പോൾ ചില ആൾക്കാർ എന്ത് വിചാരിച്ചാൽ, ഇനി ഇതുകൊണ്ട് ഫലമില്ല, ഇനി ഒരു കാര്യം ചെയ്ത് ഇതിൻ്റെ ഓരോ ചില്ലകൾ വെട്ടിയിട്ട് വിറകുണ്ടാക്കാം. അങ്ങനെ ഓരോ ചിന്തകൾ വന്നു. ഈ മരം തണൽ കൊടുത്തതും ആരും ഓർത്തില്ല, അതിൻ്റെ പൂവിൻ്റെ ഭംഗിയും വർണ്ണനയും ഒന്നും ആരും ഓർത്തില്ല. എത്ര കാലം ആ മരത്തിൻ്റെ ചുവട്ടിൽ കടന്നുറങ്ങി വിശ്രമിച്ചു. ഇപ്പം അമ്മ അങ്ങനെ ചൂടിനിങ്ങനെ ടവലം കൊണ്ട് ഇങ്ങനെ ആക്കണില്ലേ, അതുപോലെ ആ മരത്തിൻ്റെ കാറ്റിൽ എത്ര കാലം ആൾക്കാരിരുന്നു, ഒന്നും ചിന്തിച്ചില്ല. അപ്പോൾ ഇതൊക്കെ വെട്ടി മുറിച്ചിട്ട് നമുക്ക് വിറകാക്കാന്നുള്ള സ്റ്റേജിൽ വരെ വന്നു. പക്ഷെ ആ മരം ഉണ്ടല്ലോ, തൻ്റെ ആത്മവിശ്വാസത്തെ ഒരിക്കലും മറന്നില്ല. മരം കാത്തിരുന്നു, എനിക്ക് തളിർക്കാൻ വീണ്ടും ഒരു സമയം വരുന്നു. അങ്ങനെ 1-2 മഴകൾ പെയ്തു. മഴ പെയ്തപ്പോൾ വീണ്ടും അതിൽ ഇലകളുണ്ടായിരുന്നു. വീണ്ടും അതിൽ ആ പഴയ പൂവുകൾ വിടർന്നു. അങ്ങനെ വിടർന്നു വീണ്ടും ഈ വെട്ടണം മുറിക്കണം എന്നൊക്കെ പറഞ്ഞു പോയ ആൾക്കാരെ മരത്തിൻ്റെ ഭാഗത്തു കൂടെ പൂമ്പടും കൂടി ഒന്ന് തിരിഞ്ഞു നോക്കാണ്ട് നന്ദിയില്ലാത്ത മനുഷ്യവർഗ്ഗങ്ങളും മൃഗങ്ങളും പക്ഷികളും എല്ലാം തിരിച്ച് ആ മരത്തിലേക്ക് ഇന്ന് വീണ്ടും വന്നു. കൂടുകൂട്ടിയ പക്ഷിയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അടുത്തു കൂടെ നടന്നുപോയ വ്യക്തികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് തിരിച്ചു വന്നത്? കാരണം നിന്നിൽ ഫലമുണ്ടാവുമ്പോൾ, നിന്നെക്കൊണ്ട് ഗുണം ഉണ്ടാവുമ്പോൾ 4 പേര് നിൻ്റെ ചുറ്റുണ്ടാവും. അപ്പോൾ മഹർഷി പറഞ്ഞു, അവിടെ നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താണ്ടിരിക്കുക. ഒന്ന്, നമുക്കൊരു കാലം വരുന്നുള്ള വിശ്വാസം ഉണ്ടാവുക. രണ്ടാമത്തെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, പ്രകൃതിയിൽ നിന്ന് പഠിക്കണം എന്ന് പറയുമ്പോൾ, ആ മരത്തിനെ വെട്ടും മുറിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ആ മരം അതിൻ്റെ പ്രതീക്ഷ വിട്ടില്ല. എനിക്കൊരു കാലം വരുന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നിനക്ക് വീണ്ടും ഒരു കാലം വരുമ്പോൾ, ഇന്ന് നിന്ന് വിട്ടുപോയി നിൻ്റെ സ്വന്തം എന്ന് പറയുന്ന ആ വ്യക്തികളില്ലേ, അവർ നിന്നിലേക്ക് അടുക്കുമ്പോൾ ആ മരത്തിൻ്റെ സ്വഭാവം നീ പഠിക്കണം. എന്താ? മരത്തിനാരും സ്വന്തക്കാരില്ല. ആ ചോട്ടിൽ വന്ന് നിൽക്കുന്നവരാരും അതിൻ്റെ ബന്ധുക്കളല്ല. അതിനറിയാം എന്നിൽ നിന്ന് നിനക്ക് ഗുണമുള്ളത് കൊണ്ട് മാത്രമാണ് നീ എൻ്റെ ചോട്ടിലിരിക്കുന്നത്. ആ ചിന്ത മനുഷ്യനുണ്ടാവണം. നിൻ്റെ കയ്യിൽ സമ്പത്തുള്ളപ്പോൾ, നിൻ്റെ കയ്യിൽ എല്ലാം ഉള്ളപ്പോൾ ഓടി വന്ന് നിന്നെ അടുക്കുന്ന മനുഷ്യന്മാരൊന്നും നിൻ്റെ മനസ്സ് കണ്ട് വരുന്നവരല്ല, നിൻ്റെ കൈ കൊണ്ട് കിട്ടുന്ന ഗുണങ്ങൾ അറിഞ്ഞ് വരുന്നവരാണ്. അപ്പോൾ ജീവിതത്തിൽ നിനക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ഗുണപാഠം എന്താണ്? ഇനിയും അങ്ങനത്തെ വ്യക്തികൾ, അന്ന് നിന്നെ തിരസ്കരിച്ച് അന്ന് നിൻ്റെ ഒപ്പമുള്ളവർക്ക് സന്തോഷിച്ച് നിന്നെ പുകഴ്ത്തി മുഖസ്തുതി പറഞ്ഞു പോയ ആൾക്കാർ, പിന്നെ നീ ഒന്നും ഇല്ലാണ്ടാവുമ്പോൾ നിന്നെ വിട്ടുപോയവർ വീണ്ടും നീ തടുത്തപ്പോൾ വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ നീ മനസ്സിലൊന്ന് ഓർത്തോ, നിശ്ചയിച്ചോ, ഇവരാരും നിൻ്റെ സ്വന്തമല്ല. പ്രകൃതി നൽകുന്ന ഏറ്റവും വലിയ പാഠം, നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റും എല്ലാവരും ഉണ്ടാവും. നമ്മളൊന്നും ഇല്ലാണ്ടായിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റും ആരും ഉണ്ടാവില്ല. അപ്പോൾ ആരും ഇല്ലാണ്ടാവുന്ന സാഹചര്യത്തെ ആ പ്രകൃതിയെ കണ്ട് ഒന്നും കൂടി നോക്കിയിട്ട് പഠിക്കുക. ആ പ്രകൃതി എന്ന സന്ദേശത്തെ നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഉള്ളപ്പോൾ വരുന്നവനല്ല ബന്ധു, സ്നേഹിതൻ. ഇല്ലാത്തപ്പോഴും നിൻ്റെ കൂടെ നിൽക്കുന്നതാണ്.
ഉള്ളപ്പോൾ വീണ്ടും തിരിച്ചു വന്ന ബന്ധുക്കൾ ആ നിമിഷം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഓർക്കുക, ഇവരാരും നിൻ്റെ സ്വന്തമല്ല. ആ മരത്തിനെ പോലെ കടമ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുക. തിരസ്കരിക്കണ്ട, വരുന്നവരൊക്കെ സ്വീകരിച്ചു. പക്ഷെ മനസ്സിലൊന്ന് ഉറപ്പിക്കണം, ഇതാരും നിൻ്റെ സ്വന്തമല്ല, യാത്രക്കാരാണ്. യാത്രക്കാരാണ്, വരും, താമസിക്കും, അവനവൻ്റെ നേട്ടത്തിന് വേണ്ടി നിൻ്റെ ഒപ്പം കൂടും. പിന്നെ നിൻ്റെ ഒരു കഷ്ടകാലം വരുമ്പോൾ വീണ്ടും വിട്ടുപോകും. അപ്പോൾ പ്രകൃതിയാണ് ഈ ഭൂമിയിൽ നമുക്കെല്ലാം പഠിപ്പിച്ചു തരുന്നത്. മനസ്സിലായില്ലേ? പ്രകൃതിയിൽ നിന്ന് മനുഷ്യനാണെന്നല്ലാണ്ട് മനുഷ്യനിൽ നിന്ന് പ്രകൃതി ഒന്നും പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നും പ്രകൃതി നിസ്വാർത്ഥമായിട്ടുള്ളത്, മനുഷ്യനെ പോലെ സ്വാർത്ഥിയായിട്ടില്ല. മനസ്സിലായില്ലേ? ഗുരു അല്ല, ഇത് ആരൊക്കെയോ എഴുതി വെച്ച കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് എന്നോ കേട്ട കാര്യങ്ങൾ. അപ്പോൾ ചിലരിങ്ങനെ ചിന്തിക്കും, എന്താണ് ഞാൻ ജീവിതത്തിൽ ഇത്രയൊക്കെ നന്മകൾ ചെയ്തു, അന്ന് എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, കാലം കടന്നുപോയി, പ്രായമായി, ഇന്ന് എൻ്റെ അടുത്ത് ആ സമ്പത്തും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാകുമ്പോൾ ആരും ഇല്ലല്ലോ. യഥാർത്ഥത്തിൽ മനുഷ്യന് ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ കേട്ടോ. നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ നമ്മൾ ഉള്ളപ്പോഴും നമ്മൾ മരിച്ചതിന് ശേഷം അവർ നമ്മൾ ഓർക്കും. ബന്ധുക്കൾ എന്ന് പറഞ്ഞ ചില വ്യക്തികളോട് നമ്മൾ എന്ത് ചെയ്താലും ഉള്ള കാലത്തെ ഓർമ്മകളും കൂടി അവരുടെ മനസ്സിലുണ്ടാവില്ല. വീണ്ടും അവിടെ കുമിഞ്ഞു കൂടുന്നൊരു കാലം വരികയാണെങ്കിൽ വീണ്ടും അവർ ഓടിയെത്തും. അതിൻ്റെ പേര് തന്നെയാണ് ബന്ധുക്കൾ. ഇപ്പോൾ അതിന് വേറൊരു ഉദാഹരണം കൂടിയുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സൂര്യൻ ഭൂമിയിൽ വെളിച്ചം നൽകുന്നത് തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചും കൊണ്ടാണോ? സൂര്യൻ എന്തെങ്കിലും എറിഞ്ഞു കൊടുക്കാൻ പറ്റുമോ? സൂര്യന് ഭൂമിയിൽ നിന്ന് എന്തെങ്കിലും എറിഞ്ഞു കൊടുക്കാൻ പറ്റുമോ? സൂര്യൻ്റെ കടമ ചെയ്തുകൊണ്ട് പോകണം. അതുപോലെ തന്നെ മനുഷ്യൻ്റെ കടമ ചെയ്തുകൊണ്ടേ പോവുക. പക്ഷെ അമിതമായി ഒരാൾക്ക് വേണ്ടിയും നമ്മളെ മറന്ന് നമ്മളൊരാളെയും സ്നേഹിക്കരുത്. സ്നേഹിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മളെ മറന്ന് നമ്മൾ ആ ഒരാൾക്ക് ഒന്നും ചെയ്യരുത്. കാരണം നിനക്കൊരു ജീവിതമുണ്ട്, ആ ജീവിതത്തിൽ നിന്നെ ആശ്രയിക്കുന്നത് നിൻ്റെയെന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടാവും. ആൾക്കാരെ ബഹുമാനിക്കുക, സ്വീകരിക്കുക. ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രകൃതി നമുക്ക് പലതും തന്നിട്ടുള്ളത്. സൂര്യദേവൻ നൽകുമ്പോൾ തിരിച്ച് ഒന്നും ചോദിക്കുന്നില്ല. ഈ മരം തണത് നൽകുമ്പോൾ നീ എൻ്റെ സ്വന്തമാണ് എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, അത് അതിൻ്റെ കടമയാണ്. അതുപോലെ എല്ലാവരും കടമ ചെയ്യുക, പ്രതീക്ഷകൾ പാടില്ല. നമ്മൾ ചെയ്തു, അത് നമ്മുടെ കടമ എന്ന് മാത്രം ചിന്തിക്കുക. അല്ലാണ്ട് നമ്മളിത് ചെയ്തല്ലോ, നമുക്ക് പ്രതിഫലം അവരൊന്നും തന്നില്ലല്ലോ, അങ്ങനെ ചിന്തിക്കുക ഒരിക്കലും പാടില്ല. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഈ അരപ്പില്ല, ഇത് വെന്തു. പക്ഷെ ഇത് എനിക്കിങ്ങനെ ഒരുപാട് ഉടയുന്നത് ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് വെന്താ മതി. പക്ഷേ നന്നായി ഉടഞ്ഞിങ്ങനെ എടുക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ നന്നായി ഉടച്ചു കൊടുക്കാം. പക്ഷെ എനിക്കിതിങ്ങനെ ഒരുപാട് ഉടയുന്നത് അത്ര ഉടയാനൊന്നും ഇഷ്ടമല്ല. അതെ, ഇവിടെ ആർക്കും ഇഷ്ടമല്ല. നീതി കൂട്ടില്ല, എന്നാലും വെറുതെ പറയാം. ഈ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കില്ലേ, നമ്മള് മെഴുക്കുവരട്ടി തോരനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കായയോ പയറോ ഒന്നും അധികം വെന്തുടയാൻ പാടില്ല, ഒന്നിനൊന്നും ഒട്ടാൻ പാടില്ല. അത് അച്ഛനും അതെ, ഇവനും അതെ. അല്ല, അത് ചോട്ടൂനും അതെ, ചെറുതിനും അതെ. എങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ വിട്ടിരിക്കണം, അല്ലാണ്ട് ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ടുണ്ട് വെന്തിങ്ങനെ കുഴഞ്ഞിരിക്കില്ലേ, അതിഷ്ടല്ല. മരുമോളൊക്കെ എങ്ങനെയാ? അവള് രണ്ടും കിട്ടും, അവൾക്ക് കുഴപ്പമില്ല. നമ്മൾ ഇങ്ങനെയും കിട്ടും അങ്ങനെയും കിട്ടും, രണ്ടിനും രണ്ട് ടേസ്റ്റാണ് അമ്മ എന്ന് പറയും, കുഴപ്പമില്ല. പക്ഷെ എനിക്കും മറ്റേ വേണ്ടത് ഇഷ്ടമല്ല. പക്ഷെ ഇങ്ങനെ ചില സ്ഥലത്ത് പോയി അവൻ തൊടുകയില്ല. അപ്പൊ അതിങ്ങനെ ഒട്ടി പിടിച്ചിരിക്കരുത്. എന്തെങ്കിലും ഒന്ന് പെട്ടെന്നൊന്ന് ആവട്ടെ എന്ന് കൊണ്ട് ഞാൻ കുക്കറിലെങ്ങാനും ഒരു കായോ അങ്ങനെ എന്തെങ്കിലും വേവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നാവാൻ വേണ്ടിട്ടേ അപ്പൊ അവൻ പറയും, അമ്മ എന്നത്തെ പോലെ നന്നായില്ല കേട്ടോ കായുപ്പേരി. എന്തേ? അത് ഒട്ടിയിട്ടേ, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അമ്മ ഇനി വെക്കുമ്പോ ഇങ്ങനെ വെക്കരുത്. അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടല്ലേ പറയുള്ളൂ. അന്ന് പറയില്ല. അത് അമ്മ അന്ന് വെച്ച പോലെ കായുപ്പേരി വെക്കരുത് കേട്ടാ. അതുപോലെ എന്തെങ്കിലും ഒരു ദിവസം ചിക്കനോ മീനോ എന്തെങ്കിലും ആവട്ടെ, അതിലെന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ അന്ന് കൂട്ടു, ഒന്നും പറയില്ല. പിറ്റേ ദിവസം പിന്നെ കൊണ്ടുവരില്ലേ ഈ സാധനം. അപ്പൊ പറയാ, അമ്മ അന്ന് അമ്മ വെച്ചില്ലേ അതുപോലെ വെക്കരുത് കേട്ടമ്മ, അത് അത്രയ്ക്ക് ശരിയായില്ല. അത് ഒരു പ്രാവശ്യം പറഞ്ഞ് നിർത്തില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരും, അമ്മ എങ്ങനെ വെക്കണ്, ഇന്ന് എങ്ങനെ വെക്കണ്, അന്ന് വെച്ചില്ലേ അതുപോലെ അങ്ങനെ വെക്കരുത് കേട്ടോ. എനിക്കങ്ങോട്ട് വരും ദേഷ്യവും. ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് നിർത്തില്ല, അന്ന് വെച്ചില്ലേ അതുപോലെ വെക്കരുത്. എനിക്കറിയില്ലേ എന്തെങ്കിലും ഒരു വെപ്പിലൊരു വ്യത്യാസം വരില്ല. അത് ഞാൻ എന്ത് ചെയ്യോ, ഇന്ന് ഇങ്ങനെ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെക്കുക. അപ്പൊ അതിങ്ങനെ ഇഷ്ടപ്പെടില്ല ചിലത്. പിന്നെ പിന്നെ സബോളയൊക്കെ കൂടുതലിട്ട് അവന് തീരെ ഇഷ്ടമല്ല. സബോള നമ്മളിപ്പോ എന്തെങ്കിലും വരട്ടുമ്പോ കുറച്ച് സബോള കിട്ടിയെന്ന് വെച്ചാ, അയ്യോ ഇതെന്താ അത് ഇത്രയും സബോള എന്തിനാണ്, ആ സബോള നമുക്കത് തിന്നാൻ പറ്റില്ല.
അത് മാറ്റി വെക്കാനല്ല, അത് എന്തിനാ പിന്നെ വേസ്റ്റ് ചെയ്ത്? ആ സവാള അവിടെ ഇരിക്കില്ലേ, ഇവൻ എന്നെ പഠിപ്പിക്കും അങ്ങനെ ഓരോന്ന് പറയും. പിന്നെ അതുപോലെ തന്നെയാണ് എന്ത് കാര്യം വളരെ ടേസ്റ്റ് ആണെങ്കിൽ നന്നായിട്ടുണ്ട് അതുപോലെ പറയും. പക്ഷെ ഇത്തിരി ഇതായി അതിനെ 10 പ്രാവശ്യം വന്നിട്ട് എനിക്ക് ദേഷ്യം വരാൻ വേണ്ടിയിട്ടാ തോന്നുന്നുണ്ട്, എനിക്ക് ദേഷ്യം വന്നിട്ട് കടന്നു പോടാണെന്ന് അപ്പഴേ നിർത്തുള്ളൂ. അത് വരാൻ പറയും. പക്ഷെ അതോടുകൂടി നമ്മ എന്താക്കും? ആ തെറ്റ് പിന്നെ ആവർത്തിക്കില്ലല്ലോ. അത് തെറ്റാണ് നമ്മുടെ കയ്യിൽ നിന്ന് അല്ല ഒന്നുണ്ട്, ഒരു പ്രാവശ്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കാം അവൻ അത്രയ്ക്ക് ഇഷ്ടമാവും, ഇന്നൊരു പ്രാവശ്യം കൂടെ അങ്ങനെ തന്നെ വെച്ചാൽ ഇഷ്ടമാവുന്ന വിചാരിക്കും. 10 പ്രാവശ്യം വെച്ചാൽ പിന്നെ ഒരിക്കലും വെക്കില്ലല്ലോ അങ്ങനെ. അപ്പോൾ ഈ ചതച്ച പക്ഷെ നന്നായിട്ടുണ്ടെങ്കിലോ? നന്നായിട്ടുണ്ടെങ്കിൽ അതും പറയും. അവിടെ എല്ലാം അങ്ങനെയാണ്, നിന്റെ സ്വഭാവമൊക്കെ അവർ കുറച്ച് അറിഞ്ഞിരിക്കട്ടെ, അതിനുവേണ്ടി പറയുന്ന. അപ്പൊ ഇപ്പൊ സ്ഥിരം എന്റെ സ്വഭാവം അങ്ങനെ അറിയിക്കലാണ് നമ്മുടെ പരിപാടി അല്ലേ ഭഗവാനെ? തീരെ ഇഷ്ടമില്ലാത്ത സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് പറയും, ഇങ്ങനെ അന്ന് ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കണ്ട അമ്മ എന്ന് പറയും. അതിലെന്താ തെറ്റ്? പിന്നെ ഇടയ്ക്ക് പരീക്ഷണം നടത്താൻ എന്നെയാണല്ലോ ഉപയോഗിക്കാറ്. അമ്മ പുതിയ പാചകങ്ങളൊക്കെ വെച്ചിട്ട് അതിൽ എന്തുണ്ടായാലും നിനക്കുണ്ടായിക്കോട്ടെ വന്നിട്ട് എനിക്ക് തന്നെയാണല്ലോ ആദ്യം തരിക. അതൊക്കെ ഞാൻ സഹിച്ച് കഴിക്കുന്നില്ലേ? അപ്പൊ അഭിപ്രായം ഞാൻ തന്നെ പറയണ്ടേ? നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാം, പൊട്ടയാണെങ്കിൽ പൊട്ടയാണെന്ന് പറയണ്ടേ? എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനം കൊണ്ട് തിന്നാൻ തന്നിട്ട് പറയല്ലേ എങ്ങനെയുണ്ട് നോക്കുമോനേന്ന്. എന്നിട്ട് നോക്കിയിട്ട് ഞാൻ പറയില്ലേ അമ്മ ഇത് എങ്ങനെ ഉണ്ട് എന്നുള്ളത്? അപ്പം പിന്നെ കുറ്റം അതുപോലെ പറയണ്ടേ? അതുപോലെ ഒരു സാധനം നന്നായത് എന്താ കോമ്പിനേഷൻ ഭയങ്കര നന്നായിട്ടുണ്ടല്ലോ, എങ്ങനെ അത് കണ്ടുപിടിച്ചു, എങ്ങനെ പഠിച്ചു എന്നൊക്കെ ചോദിക്കില്ലേ? അതേ പിന്നെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമ്മ അത് വളരെ മോശമായി വന്ന 10 പ്രാവശ്യം പറയണ്ടത് എന്താ തെറ്റ്? ആമാ ഇപ്പൊ അമ്മ കണക്കിൽ ഇത്ര മോശമാണെന്ന് വെച്ചാ ഒരു കണക്ക് മാഷ് 10 പ്രാവശ്യം പറഞ്ഞാൽ മാഷിനെ തല്ലണോ അതിന്? അതുപോലെ എന്തെങ്കിലും തെറ്റാണല്ലോ ഞാൻ 2 പ്രാവശ്യം പറഞ്ഞു പറയല്ലോ. അമ്മ 2 പ്രാവശ്യം പറഞ്ഞില്ലേ അമ്മ, മതി, ഇനി എത്ര പ്രാവശ്യം പറയുന്നു പറയുമല്ലോ. അതെന്താ? അത് എപ്പമ്മ? എപ്പോഴും എന്തെങ്കിലും അതും തെറ്റ്. അല്ല അതും തെറ്റാണ്, അംഗീകരിച്ചു. എന്തിനാ നീ അങ്ങനെ ചെയ്ത്, എന്തിനാ നീ അങ്ങനെ പറഞ്ഞു, എന്തെങ്കിലും ഒരു കാര്യം എപ്പോഴെങ്കിലും പറഞ്ഞാ ശരി. അതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യം പറയൂ, 2 പ്രാവശ്യം പറയുള്ളൂ. 2ാമത്തെ പ്രാവശ്യം എന്തിനാ നേരത്തെ പറഞ്ഞതല്ലേ? പക്ഷേ അവിടെ ഒരു വ്യത്യാസമുണ്ട്. ഞാനത് നന്നായില്ല കറിയെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് പിന്നെ 5 ദിവസം കഴിഞ്ഞിട്ടേ പറയുള്ളൂ. അല്ലല്ല പിന്നെ അത് കൊണ്ടുവരുമ്പോഴേ പറയുള്ളൂ. അമ്മ അങ്ങനെയല്ല, ഇപ്പൊ പറഞ്ഞത് അപ്പൊ തന്നെ വീണ്ടും പറയത്. പിന്നെ 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 കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അപ്പൊ തന്നെ പറയും. അമ്മ ഈ വേർപ്പൊന്നും കറിയിൽ ഒട്ടാണ്ട് നോക്കാൻ പറഞ്ഞു ചേട്ടാ. ഞാനല്ല പറഞ്ഞ നമ്മുടെ വേർപ്പല്ല കുഴപ്പമില്ലാതെ ഞാൻ കഴിച്ചോളൂ. അച്ഛൻ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ആ തോർത്തലൊന്ന് തുടയ്ക്കാൻ പറയും. അതിൽ എത്തി നോക്കുമ്പോൾ ചിലപ്പോൾ വേർപ്പൊക്കെ ഒറ്റ. അത് എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അച്ഛനോട് പറയേ. എന്നിട്ട് അമ്മ ഇപ്പൊ തുടച്ചല്ലോ. ആൾക്കാര് കാണാം അമ്മ ഭദ്രകാളിയാണ് വിചാരിക്കട്ടെ ആൾക്കാര്. നോക്ക് ഇത്ര മഹർഷിയുടെ വലിയ കഥയൊക്കെ വന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി? എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ ഭഗവാനെ? നോക്ക് എത്ര നിസ്വാർത്ഥയായിരിക്കണം അമ്മ, ഒരു മരത്തിനെ പോലെ അല്ലേ? മക്കൾ എന്ത് പറഞ്ഞാലും തണലും കാറ്റ് വീശിക്കൊണ്ടുണ്ടാവണം. അത് അമ്മ ഇട്ട് കൊടുക്കുമല്ലോ, അത് നമ്മുടെ ഒരു സ്വഭാവമാണല്ലോ. ഓ ഇറച്ചിയിൽ ഇടാത്ത പോലെ അമ്മ. മീനിലൊന്നും ഇടില്ല എന്ന് പറഞ്ഞാൽ പോലെ, പച്ചക്കറിയിലൊക്കെ ഇടുന്ന പറഞ്ഞാൽ എന്തിനാ ഇറക്കിയിട്ട് വറവിടണം? അതിന്റെ മുകളിൽ തന്നെ വറവിട്ടൂടെ? ഇത് കുറച്ച് കഴിയുമ്പോഴേ അത് മുഴുവൻ പറ്റി ശരി പാകാവും. ഓ അപ്പം അമ്മ എന്താ ചെയ്യണേ? ഇറക്കാൻ പോവാ? ഇറക്കാൻ പോകുമ്പോൾ സ്റ്റൗ ഒന്നും ഓഫ് ചെയ്യണ്ട. ഇതെന്താ അറിയോ? അത് ജാമ്പവന്റെ കാലത്തൊരു ചട്ടി. പിന്നെ എന്താ അറിയാം നമ്മ ചോദിച്ചു. ഇത് നിങ്ങൾക്ക് ഇത് നന്നായി ഉടക്കണമെങ്കിൽ ഉടച്ചോളൂ. വേണ്ട ഞങ്ങൾ ശരിക്കും എല്ലാവരും ഉടക്കിയാ ചെയ്യാ. പക്ഷെ എനിക്ക് ഇങ്ങനെ ഇഷ്ടം, ഒരു ഇത്തിരി കഷ്ണമൊക്കെ ഇങ്ങനെ വെന്ത് ഇങ്ങനെ കിടക്കുമ്പോൾ അത് കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ. അമ്മയ്ക്ക് ഇത് ഉടച്ചു കഴിഞ്ഞാൽ ആനവാഴയിൽ അമ്പാടങ്ങ അങ്ങനെ ഉടയ്ക്കുമ്പോൾ എനിക്കൊരു സുഖമില്ല. അത് മാത്രമല്ലല്ലോ, ഒരുപാട് ചെറുതായിട്ട് ഉടച്ചു കഴിഞ്ഞാൽ കണ്ടില്ല നമ്മുടെ ഈ വലിയ വായിക്ക് അത് എന്താണെന്നും കൂടി മനസ്സിലാവില്ല. ആടിന് ഭക്ഷണം കൊടുക്കും പോലെയാണ്, ആട് ഭക്ഷണം കഴിക്കും പോലെയാണ് ആന ഭക്ഷണം കഴിക്കുന്നത്. വ്യത്യാസം ഉണ്ടാവില്ലേ? ഇപ്പൊ ആനപ്പാപ്പാൻ ഉരുട്ടി കൊടുക്കും പോലെയാണ് ആടിന് വളർത്തുന്ന ഒരു ചെറിയൊരു ചപ്പും പിടിച്ചിട്ട് തിന്നാൻ കൊടുക്കുന്നത്. രണ്ടും വ്യത്യാസമില്ലേ? എനിക്ക് അച്ഛനൊക്കെ ആണെങ്കിൽ ഉണ്ണിയപ്പത്തിന്റെ വലുപ്പത്തിന് മതി. അമ്മയ്ക്കാണെങ്കിൽ ഒരു ആനയുടെ വലുപ്പത്തിന്, അല്ല ഒരു തേങ്ങയുടെ വലുപ്പത്തിൽ എങ്ങനെ വെക്കണം. വെളിച്ചെണ്ണ അമ്മ കഴിഞ്ഞ പറഞ്ഞ മാർവാടിയായിരുന്നു അമ്മ. വെളിച്ചെണ്ണൊക്കെ വളരെ ചുരുക്കത്തിലിടുന്നത്. മതി.
എല്ലാവരും അമ്മനെ പോലെ അതിൻ്റെ കുടുംബം എങ്ങനെ പോയാനല്ല ചിലവേ അല്ല, ഉണ്ടാവില്ല. ഞാൻ ആദ്യം ഒരുപാട് എണ്ണയൊക്കെ ഇട്ടായിരുന്നു. പിന്നെ അത് അതിന്റെ ആവശ്യമില്ല. സബോളയാണെങ്കിൽ എത്ര ചെറുത്. കൂടുതൽ എണ്ണ ഇട്ടതുകൊണ്ട് അതിനൊരു വലിയ ടേസ്റ്റ് ഒന്നും കിട്ടില്ല. അതൊക്കെ വെറുതെയാണ് നമുക്ക് തോന്നണം. അല്ല എല്ലാവരും ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അടുക്കളയിൽ ഒരുപാട് ലാഭം ഉണ്ടാക്കാം. ഞാൻ ചോദിച്ചത് ആവശ്യത്തിനല്ലേ വേണ്ടൂ. ഉം. നീ എന്നെ കുറ്റം പറയാണ്. നീ ഇനി കുറച്ച് ദിവസം എന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടുണ്ടാവും. ഇല്ല ഞാൻ തുടങ്ങിയിട്ടില്ല. അമ്മ തുടങ്ങാൻ പോണുള്ളൂ. ഞാൻ അമ്മക്ക് ചെറിയൊരു ഗ്യാപ്പ് തന്നെടുക്കല്ലേ. ഓരോന്ന് പറഞ്ഞു കൊടുക്കണ്ടല്ലോ ഞാൻ പറയാത്തതൊക്കെ. അതമ്മ കണ്ടുപിടിച്ചു അല്ലേ. എന്താ പറഞ്ഞത്? കേട്ടു എന്തൊക്കെ പറയണ്ടായിരുന്നു. ഞാൻ കുളിക്കാൻ പോയി കുളിമുറിയുടെ വാതിൽ അടച്ച സമയത്ത് നീ അച്ഛനോട് എന്തൊക്കെയോ പറയണ്ടായിരുന്നു. എന്താണെന്ന് പറയും. വ്യക്തമായിട്ട് ഞാൻ കേട്ടില്ല. കുറെ കഴിഞ്ഞിട്ട് ഞാൻ അച്ഛനോട് ചോദിച്ചു. അപ്പൊ പിന്നെ ഒന്നും ഉണ്ടാവില്ല. ഇനി അത് ചോദിച്ചിട്ട് വേണം നാളെ പറഞ്ഞു കൊടുക്കാം അല്ലമ്മ. അച്ഛനോട് ചോദിക്കാൻ സമയം കിട്ടിയിട്ടില്ല. എന്തോ പറയണ്ടായിരുന്നു. എന്താണെന്ന് എനിക്ക് ചിലപ്പോൾ മനസ്സിലായില്ല. മനസ്സിലാവാത്താണെങ്കിൽ ഞാൻ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. പറഞ്ഞിട്ടുണ്ട്. എന്റെ കാര്യം തന്നെയാണ്. അയ്യോ എന്റെ അമ്മ പാവാണ്, തങ്കപ്പെട്ട അമ്മയാണെന്ന്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതെന്തറിയോ, എന്താ ഞാൻ പറഞ്ഞ അച്ഛനാ തന്നെ. അയ്യോ മോനായിട്ടിന് എന്നോടുള്ള സ്നേഹം നിങ്ങൾക്ക് മക്കൾക്കില്ല എന്നമ്മ പറഞ്ഞില്ലേ ഇടയ്ക്കപ്പോൾ. അതാണ് ഞാൻ അച്ഛനോട് പറഞ്ഞത്. അല്ലാണ്ട് വേറെ എന്ത് പറഞ്ഞു കൊടുക്കാനാ. എന്തായാലും അച്ഛനത്ര അമ്മേനോട് സ്നേഹം കൂടുതൽ. നിങ്ങളുടെ മക്കളൊക്കെ 2ാം സ്ഥാനമേ ഉള്ളൂ. എന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നത് അച്ഛൻ തന്നെയാണെന്ന് അമ്മ പറഞ്ഞച്ചാന്ന് പറഞ്ഞു. അപ്പൊ അച്ഛന് ഭയങ്കര സന്തോഷായി. പിന്നെന്താണ് ഞാൻ പറയാത്തതാണ്. നീ വെറുതെ അച്ഛനെ ദേഷ്യം പിടിപ്പിക്കുക. എനിക്കും അച്ഛനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അതെന്തുകൊണ്ട് പറഞ്ഞത്? എന്തുകൊണ്ട് ദേഷ്യം പിടിപ്പിക്കണം? എന്താ കാരണം? എന്തെങ്കിലും കുസൃതി കാട്ടിയതാണെന്ന് എനിക്കറിയാം. അച്ഛനെ അമ്മ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നത്. അച്ഛന്റെ കയ്യിൽ അമ്മയുടെ പേരെഴുതിയില്ല. ഞാൻ പേരെയും കൊണ്ട് കണ്ടില്ല അമ്മ. അതൊക്കെ കണ്ടു. പിന്നെ സ്നേഹം കൂടിക്കോട്ടെ വന്നിട്ടല്ലേ ചെയ്തത്. അതായിരിക്കും. പക്ഷെ എന്തോ പറഞ്ഞു. എന്താണ് എന്തിനാ അച്ഛാ ഇത്ര നല്ല മുണ്ട് ഷർട്ടൊക്കെ ഇട്ടു നിന്റെ അച്ഛൻ അമ്പലത്തിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എന്തോ പറഞ്ഞു. അമ്മ അങ്ങനെ പറഞ്ഞല്ലോ. എപ്പോ പറഞ്ഞു? എന്നാണ് എൻ്റെ അടുത്ത്. എന്താ അറിയോ, എൻ്റെ അപ്പം വരുമ്പോ അതിട്ട് മോനേട്ടാ ഇതിട്ട് മോനേട്ടാ പറഞ്ഞ പറ്റില്ല പറയും. തന്നക്ക് പോകുമ്പോ ടിപ്ടോപ്പായിട്ട് പോകുന്നു പറഞ്ഞില്ലേ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. അച്ഛൻ അമ്പലത്തിൽ പോകുന്നല്ലോ ഒന്ന് വലിയ ഒരുക്കത്തിലാണല്ലോ എന്ന് പറഞ്ഞു. അത്രയല്ലേ പറഞ്ഞോളൂ. നീ അച്ഛനോട് എന്താ പറഞ്ഞു? അത് അച്ഛൻ തനിച്ചു പോകുമ്പോ മാത്രം എന്താ എങ്ങനെ പോണത്, അമ്മയുടെ ഒപ്പം പോകുമ്പോ അങ്ങനെ എല്ലാത്തിനും പോണത് എന്ന് പറഞ്ഞു. അച്ഛൻ അമ്പലത്തിൽ പോകുമ്പോൾ അച്ഛൻ പറഞ്ഞ അമ്പലത്തിൽ ഭയങ്കര ടിപ്ടോപ്പായിട്ടാണല്ലോ ഒന്ന് പോക്ക് പറഞ്ഞു. അപ്പൊ നീ എന്താ പറഞ്ഞു? അച്ഛനോട് നീ എന്താ പറഞ്ഞു? ഞാൻ കുറച്ചൊക്കെ കേട്ടു. ഞാൻ അതന്നെ അമ്മയോടൊപ്പം വരുമ്പോ അമ്മയോടൊപ്പം വരുമ്പോ അമ്മ ആ ഷർട്ടിന്ന് പറഞ്ഞ അച്ഛക്ക് വേണ്ട അതിനാന്ന് പറയും. അച്ഛൻ ഒറ്റയ്ക്ക് പോകുമ്പോ ഭയങ്കര ഡ്രസ് അങ്ങനെ പറഞ്ഞോളാം. ഞാൻ അങ്ങനെ പറഞ്ഞ പോലെ ഞാൻ കേട്ട പോലെ ഒരു തോന്നല്. അങ്ങനെ നീ അച്ഛനോട് പറഞ്ഞു. അതെന്തിനു നീ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? അമ്മ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഭാരം വെക്കില്ല. അപ്പൊ അമ്മക്കുള്ള ചെറിയൊരു ഭാരം ഞാൻ വെച്ചു കൊടുക്കാം. കുളിച്ചിട്ട് വരുമ്പോഴേക്കും എനിക്കത് പറഞ്ഞു. അച്ഛൻ ഒന്നും ചോദിച്ചൊന്നുമില്ല. കുളിച്ചു കഴിഞ്ഞ് നേരെ വിളക്കെത്തിക്കാൻ പോയില്ല. അല്ല അച്ഛൻ അത് പറഞ്ഞൊന്നും ചോദിച്ചൊന്നുമില്ല അമ്മേനോട്. അതെന്താ അച്ഛൻ തനിച്ച് പോകുമ്പോ ടിപ്ടോപ്പായിട്ട് പൊക്കൂടെ വയസ്സുകാലത്ത്? പിന്നെ അമ്മയുടെ ഒപ്പം വരുമ്പോ മാത്രം ടിപ്ടോപ്പ് ആവണം. ഏത് ഷർട്ട് ഇട്ടാലും അച്ഛനെ ഒപ്പം കൊണ്ടുപോകണേ. ഇന്ന ഷർട്ട് എന്തിനാ പറയണ്ട, തെറ്റല്ലേ? എന്താ മാച്ചിങ്ങോ? ഭാര്യമാരൊക്കെ പറയാം അച്ഛനാറ് കൃഷ്ണനോ? ഭാര്യ പറയും. എല്ലാ ഭാര്യമാരും അമ്മനെ പോലെ വാശി പിടിക്കുന്നു. ഓ എന്താ ഒരു ചെറുപ്പക്കാരനെ വാശി പിടിച്ചിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് പോവാനെ. നടക്കണം തീർച്ചയായിട്ടും. അത് എന്തായാലും നടക്കണം. അതിപ്പോ അങ്ങനെ തന്നെയാണല്ലോ നടക്കണത്. അല്ലാന്ന് പറയാൻ പറ്റും. ഇങ്ങോട്ട് നോക്കാം അല്ലേ? അതെ. അങ്ങനെ നടക്കാനാണല്ലോ ഞങ്ങളും പറയണത്. നിങ്ങൾ അങ്ങനെ നടന്നാലേ ഞങ്ങൾക്കൊരു ബഹുമാനം ഉണ്ടാവുള്ളൂ. ഞങ്ങളുടെ നാലാൾക്കാർ നല്ലത് പറയുള്ളൂ. അപ്പോൾ ഇതിന് എന്ത് പറ്റി എല്ലാം കറക്റ്റായി. ശരിപ്പോ എല്ലാവർക്കും വെക്കാനറിയാം. ഇന്നിപ്പോ ഞാനിത് വെച്ചത് കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു എന്നുള്ളൂ. ഇത് വെക്കാൻ അറിയാത്തവര് നമ്മുടെ കേരളത്തിൽ ആരും ഇല്ല അല്ലേ? ഒരു മനുഷ്യനുണ്ടാവില്ല. എന്റെ അമ്മ അങ്ങനെ കഴിക്കുക. പക്ഷെ ഇത് മറ്റുള്ള സ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക് ജീവനാണ്. എനിക്ക് ഈ മത്തങ്ങ എരിശ്ശേരി, ചേനയും നേന്ത്രക്കായും കൊണ്ടുള്ള എരിശ്ശേരി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ വേർത്ത് കുളിച്ച അമ്മുക്കുട്ടി സ്നേഹത്തോടെ എല്ലാവരോടും പറയണം.
എന്നോട് സ്നേഹത്തോടെ അല്ലമ്മ? ആ നിന്നോട് പിന്നെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുന്നില്ല. കുറച്ച് അല്ലേ, അവരോട് ഒരുപാട്. അങ്ങനെയൊന്നുമില്ല, നിന്നോടും അവരോടൊക്കെ അതേപോലെ തന്നെ കേട്ടാ. അവരോടുണ്ട് സ്നേഹം, നിന്നോടുണ്ട്. ഞാൻ തമാശ പറയുന്നതാണ് കേട്ടാ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബൈ. ബൈ.